നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. 10,000-ഓളം സൈനികരാണ് ഇപ്പോൾ ലെബനൻ അതിർത്തിയിലേക്ക് വന്നിരിക്കുന്നത്. ലിറ്റാനി നദിക്കരയ്ക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ള ഭീകരരെ ഓടിച്ചുകൊണ്ട് ആ മേഖല മുഴുവൻ കൈയടക്കാനായി ലെബനൻ സൈന്യത്തിന് എല്ലാവിധ ധൈര്യവും നൽകുന്നു ഇസ്രയേൽ സേനയും. ഹമാസ് ഈ നീക്കങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ട് ഏറെ ഭയപ്പെട്ടുകൊണ്ട് വെടിനിർത്തലും സന്ധി ചർച്ചയ്ക്കുമായിട്ടുള്ള എല്ലാ നീക്കങ്ങൾക്കും തങ്ങൾ തയ്യാറാണെന്നും ബന്ദികളെ പൂർണ്ണമായും തുറന്നുവിടാൻ തങ്ങൾ സജ്ജരാണെന്നും ഏതു തരത്തിലുള്ള സമാധാന ചർച്ചകൾക്കും ഞങ്ങൾ ഒപ്പമുണ്ടാകുമെന്നുമുള്ള ഒരു വലിയ സന്ദേശം ഈ സാഹചര്യത്തിൽ പുറത്തുവിടുന്നു. ജീവൽ ഭയം കൊണ്ടും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ ഹമാസും അങ്ങനെ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത്. സൈനിക വിന്യാസം കൂടുതൽ ഉയർത്തി ലെബനൻ സൈന്യം തങ്ങളുടെ പരമാധികാരം തിരിച്ചുപിടിക്കാനായി ശ്രമിക്കുന്നു, ഹിസ്ബുള്ളയെ അകറ്റി നിർത്തുന്നു. ഇതിനിടയിലും വെടിനിർത്തൽ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ പോലും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം ഗാസ മുനമ്പിൽ വെടിനിർത്തൽ തുടങ്ങുന്നു, അതിന് തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് ബുധനാഴ്ച തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി തങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് അറിയിച്ചില്ലെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന നേതാക്കളെ മുഴുവനായി കൊലപ്പെടുത്താൻ ഇസ്രയേൽ മടിക്കില്ല എന്നുള്ള ഭയപ്പാടാണ് ഇതിന് പിന്നിലുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്തിക്കാനുള്ള ഏത് ശ്രമവുമായും സഹകരിക്കാൻ വേണ്ടി തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളുടെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ് ഹമാസ് സംഘം ഇപ്പോൾ പ്രസ്താവന ഇറക്കി വ്യക്തമാക്കുന്നത്. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവിടങ്ങളിലെ മധ്യസ്ഥരെ ഇതിനോടകം തന്നെ തങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനും തടവുകാരെ കൈമാറുന്നതിനുമുള്ള ഗുരുതരമായ ഇടപാടിനൊക്കെ ഹമാസ് ഇപ്പോൾ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ഈ കരാർ ഇസ്രയേൽ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. കാരണം തങ്ങൾ ഏതു വിധേനയും ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേൽ കടുത്ത ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കുമെന്നാണ് ഹമാസ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി തങ്ങൾ പറയുന്നത് അനുസരിച്ച് മാത്രം വെടിനിർത്തലും സമാധാന ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്നാണ് ഇസ്രയേൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. അദ്ദേഹം പടിയിറങ്ങുന്നതിന് മുൻപ് വളരെ വലിയ തോതിൽ തന്നെ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച പ്രാദേശിക സമയം ഏകദേശം 4 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബൈഡന്റെ പ്രഖ്യാപനം പുറത്തുവന്നു കഴിഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ലെബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ടുള്ള നജീബ് മിക്കാറ്റിയുമായും ഒക്കെ ബൈഡൻ സംസാരിക്കുകയും ഇതിലൊരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ലെബനീസ് തലസ്ഥാനത്ത് ബെയ്റൂത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ ഒരു വലിയ ആക്രമണം നടത്തുകയും 24 പേരിലധികം കൊല്ലപ്പെടുകയും ചെയ്തത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനായി ഇസ്രയേൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്ത് ലക്ഷ്യം വെച്ചത് ഭീകരരെ തന്നെയാണെന്നും ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം വലിയ ആശങ്കയാണ് ഹിസ്ബുള്ളയ്ക്കകത്തും അതുപോലെ തന്നെ ഹമാസിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേൽ സന്നാഹമെല്ലാം തന്നെ തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹമാസും മുട്ടുമടക്കി ഏതു തരത്തിലുള്ള സന്ധി ചർച്ചകൾക്കും തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നത്. ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകൾ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ഹമാസ് പറഞ്ഞിരിക്കുന്നത് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്, അതും വെടിനിർത്തൽ കരാറിലെത്തുന്നതിൽ. ഈ കരാറിലെത്തുന്നതിൽ ഇടക്കാലത്ത് പരാജയപ്പെട്ടതിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നതായും ഹമാസ് ഉദ്യോഗസ്ഥൻ സാമി അബു സുഹ്രി റോയിട്ടേഴ്സിനോട് പറയുകയുണ്ടായി. ലെബനിലെ വെടിനിർത്തലിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ലെബനിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കരാറിലെത്താനുള്ള ലെബനന്റെ അവകാശത്തെയാണ് ഈ സംഘം അഭിനന്ദിക്കുന്നതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഈ അവസരത്തിലുള്ളതെന്നും സുഹ്രി ചൂണ്ടിക്കാണിക്കുന്നു. ബുധനാഴ്ച രാവിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഹമാസ് പുറത്തിറക്കിയിരുന്നു. ഗാസയിൽ ഒരു കരാർ നേടുന്നതിന് മുന്നോടിയായിരിക്കും ഈ ഒരു നീക്കമെന്നുള്ള പ്രത്യാശ ഈജിപ്തും പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു. ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ലെബനിലെ വെടിനിർത്തലും അതുപോലെ തന്നെ ഗാസയിലെ കരാറിനെ കുറിച്ചുമുള്ള കൃത്യമായ സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചത്. ലെബനിലെ ജനതയെപ്പോലെ തന്നെ പലസ്തീനികൾക്കും സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവിക്ക് അർഹതയുണ്ടെന്നാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതായത് വളരെ വേഗത്തിൽ സമാധാനം പശ്ചിമേഷ്യയിൽ പുലരുക, യുദ്ധം അവസാനിപ്പിക്കുക. നേരത്തെ തന്നെ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ ഇസ്രയേൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഒരു വിഷയം തന്നെയായിരുന്നു. അമേരിക്കയും ഫ്രാൻസും മുൻകൈയെടുത്ത് തന്നെയാണ് വെടിനിർത്തൽ കരാറിനുള്ള രൂപം നൽകിയത്. ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ വടക്ക് ഭാഗത്തേക്ക് പിന്മാറണമെന്ന വ്യവസ്ഥ തന്നെയാണ് വെച്ചിരിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത്. ലെബനൻ അതിർത്തിയിൽ നിന്നും ഇസ്രായേൽ സൈന്യവും പൂർണ്ണമായും പിന്മാറണമെന്നും ഈ ധാരണയിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പരമാധികാരം ഹിസ്ബുള്ള ആയിരിക്കരുത് ഇനി എടുക്കേണ്ടത്. പകരം ലെബനൻ സൈന്യമായിരിക്കണം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്ക് വഹിക്കേണ്ടതും. അതിർത്തി പുനർനിർണയമൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ സാധ്യമാക്കുക. ഈ മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക പുനർനിർമ്മിക്കുമെന്നുള്ള വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ലെബനുമായിട്ടുള്ള വെടിനിർത്തലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു കരാർ നേടുന്നതിന്റെ ഏറ്റവും വലിയ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളത് തങ്ങൾ നോക്കിക്കാണുന്നു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനും വളരെ നല്ല ഫലങ്ങൾ ഇനി ഭാവിയിൽ ഉണ്ടാകുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ അതിന്റെ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാൻ ഭീകര സംഘടന തന്നെ ബാധ്യസ്ഥരാകുമെന്നും ബന്ദിയിടപാട് ചർച്ചകളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നും ഈ സുരക്ഷാ സ്ഥാപനത്തിലെ വൃത്തങ്ങളും എടുത്തു പറയുന്നുണ്ട്. ഹമാസിന് മേൽ പ്രയോഗിച്ച സൈനിക സമ്മർദ്ദം കരാർ കൈവരിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നു. നേരത്തെ തന്നെ ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കിയിരുന്നു. അതിശക്തമായ സമ്മർദ്ദം തന്നെയാണ് നാലുപാടും ഇസ്രായേൽ ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭീകര സംഘങ്ങൾക്ക് മുട്ടുമടക്കുകയല്ലാതെ തങ്ങൾ പറയുന്ന ഒരു ഡിമാൻഡ് അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നേരത്തെ ഇസ്രായേൽ വ്യക്തമാക്കിയതാണ്. നെതന്യാഹു അത് എടുത്തു പറഞ്ഞതുമാണ്. അങ്ങനെയാണ് നിലവിൽ വെടിനിർത്തലും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആവശ്യങ്ങളും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തെക്കൻ ലെബനിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 10,000-ലധികം സൈനിക വിന്യാസം അവിടെ നടത്തുമെന്നാണ് ലെബനൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഖത്തർ സ്റ്റേറ്റ് മീഡിയ അൽ ജസീറയോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ലെബനീസ് മേഖലയിൽ ലെബനൻ സൈന്യം തന്നെ ആയിരിക്കണം പരമാധികാരം കൈയാളേണ്ടത്. അവിടെ യൂണിഫോമിൽ സേന മാത്രമേ ഉണ്ടാകൂ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രമേയങ്ങളിലൂടെയും ലെബനൻ സർക്കാരിന്റെ പരമാധികാരത്തിലും ലെബനൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ലെബനിലേക്ക് ലെബനീസ് സായുധ സേനയുടെ വിന്യാസം വർദ്ധിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് നിലവിൽ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി നടത്തിയിരിക്കുന്നത്. തെക്കൻ ലെബനിലേക്ക് തങ്ങളുടെ സേനയെ വിന്യസിക്കാൻ തയ്യാറെടുത്തുവെന്നും നിരവധി സായുധ സംഘത്തെ അതിന് സജ്ജരാക്കിയിട്ടുണ്ടെന്നും ബുധനാഴ്ച തന്നെ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.